ഞങ്ങളെ അപമാനിച്ചത് നിങ്ങളല്ലേ? അത് ശരി. അപ്പൊ നിങ്ങൾ എന്തിനാ പിന്നെ ഇങ്ങോട്ട് വന്നത്? കഥകളി കാണാനോ? അല്ലടി, പഞ്ചാരി മേളം കാണാൻ. ഞങ്ങളെ വിളിപ്പിച്ചിട്ട് അഹങ്കാരം പറയുന്നോടി. ഞങ്ങളോ? നിങ്ങളെ വിളിപ്പിച്ചെന്നോ? പിന്നെ അല്ലാതെ. സോറി പറയാന്ന് നിങ്ങളല്ലേ പറഞ്ഞത്? എങ്ങനെ ഞങ്ങള് സോറി പറയാന്നോ? ആരോട്? അയ്യോ, എല്ലാം കഴിഞ്ഞു. യുദ്ധവും തുടങ്ങി. വാട്ട് ഹാപ്പൻ മോളെ? സോറി പറയാന്ന് പറഞ്ഞു വിളിപ്പിച്ചിട്ട് ഇപ്പൊ വാക്ക് മാറ്റുന്നോ? ആഹാ, ഇവിടെ വന്നപ്പോ പ്ലേറ്റ് മാറ്റിയത് നിങ്ങളല്ലേ? നിങ്ങള് സോറി പറയൂന്നാ നിങ്ങളുടെ ഈ മോള് പറഞ്ഞത്. നമ്മള് സോറി പറയേണ്ട ആവശ്യം എന്താ മോളെ? നിങ്ങളല്ലേ എന്നെ ജോക്കറാക്കിയത്, എന്റെ മകളെ അപമാനിച്ചത്? നിങ്ങൾ സോറി പറയാമെന്ന് പറഞ്ഞുകൊണ്ട് മാത്രമാ ഞങ്ങൾ വന്നത്. ഞങ്ങൾ എന്തിനു സോറി പറയണം? നിങ്ങളുടെ മകളെ ഇനി ഈ വീട്ടിലേക്ക് ഒരിക്കലും വിടില്ലെന്ന് പറഞ്ഞാ നിങ്ങളല്ലേ? എന്നിട്ട് വിട്ടില്ലേ? എന്നിട്ട് വന്നേക്കുന്നു സോറി പറയണം പോലും. ഏയ് ജ്യോതി, ഇവരെ എന്ത് പറഞ്ഞ നീ കൊണ്ടുവന്നത്? എടി ജ്യോതി, ഇവരെന്ത് പറഞ്ഞിട്ടാ ഞങ്ങളെ ഇങ്ങോട്ട് വിളിപ്പിച്ചത്? ഏയ്, നിന്നോട് ചോദിച്ചത് കേട്ടില്ലേ? ഓ, ഞാൻ ഇവിടെ ഉണ്ട്, താഴെയുണ്ട്. ദാ വരണോ? അമ്മ ഇതേ വിളിക്കണോ? ഇപ്പൊ വരട്ടോ. ഒരു രക്ഷയില്ല, എല്ലാം കൂടി ഇപ്പൊ തമ്മിലടിച്ച് ചാവും. എന്തായി കാണിക്കുന്നത്? വിടാനല്ലേ പറഞ്ഞു? എല്ലാരും കൂടി ഇന്ന് എന്നെ കൊല്ലും. ഞാൻ മാപ്പ് പറയാന്ന് പറഞ്ഞ് വിളിച്ചു വരുത്തിയിട്ട് അടുത്ത യുദ്ധം തുടങ്ങാൻ പോവാന്നാ തോന്നുന്നത്. എന്നെ രക്ഷിക്കണം ഡി കെ, പ്ലീസ് ഹെൽപ് മീ. ബേക്കറി വിടാനല്ലേ പറഞ്ഞു? പ്ലീസ് ഡി കെ, താഴെ സിറ്റുവേഷൻ വളരെ മോശമാ. വന്നവരും നിന്നവരും എല്ലാം കൂടി എന്നെ ഇപ്പൊ കൊന്നു കളയുന്ന തോന്നുന്നത്. പ്ലീസ് ഹെൽപ് മീ ഡി കെ, നിങ്ങൾ എന്നെ രക്ഷിക്കണം ഡി കെ, പ്ലീസ് വാ. താഴെ ചെന്നിരുന്നെങ്കിൽ അവരെന്റെ പൊടി പോലും തരില്ലായിരുന്നു. ഓ, എന്തൊരു വഴക്കം അവിടെ. പ്ലീസ് ഡി കെ, ഒന്ന് രക്ഷിക്കും വാ പ്ലീസ്. എന്നെ രക്ഷിക്കണം പ്ലീസ് ചേട്ടാ, പ്ലീസ് ചേട്ടാ, എന്നെ സേവ് ചെയ്യ്, എന്റെ പൊന്നി ഹിറ്റ്ലറെ. അയ്യോ, അവിടെ ഇപ്പൊ ആകെ പ്രശ്നമായി കാണും. ഹിറ്റ്ലർ പ്ലീസ്, ഹിറ്റ്ലർ എന്നെ ഒന്ന് രക്ഷിക്കുക. നീ എന്തിനാ ഇങ്ങനെ പേടിക്കുന്നത്? കാര്യം എന്തെന്ന് പറയടി ബേക്കറിക്കാരി. ഓ എന്റെ പൊന്നു ചേട്ടാ, എന്റെ വീട്ടുകാരും നിങ്ങളുടെ മരുമക്കളും തമ്മില് ഒരന്തവും കുന്തവും ഇല്ലാതെ താഴെ കടന്ന് അടികൂടിക്കൊണ്ടിരിക്കുക. ആരാദ്യം മാപ്പ് പറയും, അതാ ഇവിടുത്തെ പ്രശ്നം.
ഞാൻ അവിടുന്ന് ജീവനും കൊണ്ട് രക്ഷപ്പെട്ടതാ. ചേട്ടാ പ്ലീസ് ചേട്ടാ ഒന്ന് വാ. നിങ്ങളൊന്ന് വന്ന് രണ്ടുപേരെയും ഒന്ന് പറഞ്ഞ് സമാധാനിപ്പിക്ക. നിങ്ങൾ വിചാരിച്ചാലേ അത് നടക്കുള്ളൂ. ചേട്ടാ പ്ലീസ് ചേട്ടാ പ്ലീസ് ഒന്ന് വാ. ഇതിനൊക്കെ നീയല്ലേ ഉത്തരവാദി. ആ നീ തന്നെ എന്ന് അവരെ പറഞ്ഞ് സമാധാനിപ്പിച്ചാ മതി. ചെല് വേഗം ചെല്. DK പ്ലീസ്. DK അങ്ങനെ പറയല്ലേ DK. ഇപ്പൊ ഞാൻ അവരുടെ മുമ്പിലോട്ട് ചെന്നോണ്ടല്ലോ, വോളിബോൾ മാച്ചിലെ ഫൈനൽ മത്സരത്തിലെ അവസാനത്തെ പന്തിന്റെ അവസ്ഥയാവും. രണ്ടു കൂട്ടരും കൂടി എന്നെ എടുത്തിട്ട് ചതയ്ക്കും. നല്ല ഇഞ്ചി ചതയ്ക്കുന്ന പോലെ ചതയ്ക്കും. ചേട്ടാ പ്ലീസ് ചേട്ടാ ഒന്ന് വാ ചേട്ടാ പ്ലീസ്. ഞാൻ നിങ്ങളുടെ കാല് പിടിക്കാം, അല്ലെങ്കിൽ വേണ്ട കൈ പിടിക്കാം. പ്ലീസ് ചേട്ടാ പ്ലീസ് ചേട്ടാ. ഒരാപത്ത് സമയത്ത് ആവശ്യം വരുമ്പോ ഇങ്ങനെ കൈ വിടാവോ? പ്ലീസ് ചേട്ടാ ഒന്ന് വാ ചേട്ടാ പ്ലീസ് ഒന്ന് രക്ഷിക്കണം. ദേ അവളുമാര് ജോക്കർ വേഷം കെട്ടിച്ചതേ എന്റെ അച്ഛനെയാ. അതെങ്കിലും ഒന്ന് ഓർക്കണ്ടേ ഹിറ്റ്ലറെ പ്ലീസ്. ഇക്കാര്യത്തിൽ എനിക്ക് വിഷമമുണ്ട്. എന്റെ മരുമക്കൾക്ക് അതിനുള്ള ചെറിയ ശിക്ഷ ഞാൻ കൊടുക്കുകയും ചെയ്യും. പക്ഷേ രണ്ടു കൂട്ടരെയും കൂടി ഇപ്പൊ വിളിച്ചു വരുത്തി ഒരുമിച്ചിരുത്തിയത് നീയല്ലേ? ആ അപ്പോ ആ സമാധാന ചർച്ചയ്ക്ക് മധ്യസ്ഥം വയ്ക്കേണ്ടത് നീയല്ലേ? ആ ഒറ്റയ്ക്ക് എന്നാ മതി. എന്നിട്ട് അവർ രണ്ടു കൂട്ടരുടെ കയ്യിൽ നിന്ന് കിട്ടുന്ന വാങ്ങിച്ചോ. ഇതിങ്ങനെ ഇന്ത്യയും പാകിസ്ഥാനും പോലെ ആവുന്ന ഞാൻ അറിഞ്ഞോ? ഒന്ന് രക്ഷിക്കേണ്ട ഹിറ്റ്ലറെ പ്ലീസ് 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 പ്ലീസ്. രക്ഷപ്പെട്ടു. നിന്നോ? അയ്യോ പോയില്ലേ? ഞാൻ കരുതി അവരെ സമാധാനിപ്പിക്കാൻ പോയതാണ്. ഒരാപത്ത് സമയത്ത് ഇങ്ങനെ കൈവിടല്ലേ ഹിറ്റ്ലറെ. നിങ്ങളൊരു പുരുഷനല്ലേ? അല്ലേ അല്ലേ? അയ്യോ ആണ്. ഈ രക്ഷപ്പെടാൻ എന്തെങ്കിലും ഒരു ഐഡിയ പറഞ്ഞതാ എന്റെ പൊന്നി ഹിറ്റ്ലറെ പ്ലീസ്. അവരെ ഒന്ന് തണുപ്പിക്കാൻ എന്റെ കയ്യിൽ ഒരു മരുന്നുമില്ല. അതുകൊണ്ടാ. വലിയ ബുദ്ധിയുള്ള ആളല്ലേ, ഒരു വഴി പറഞ്ഞതാ ഹിറ്റ്ലറെ പ്ലീസ് 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 പ്ലീസ്. ഒന്ന് വേഗം വേണം. ഈശ്വര, ഇങ്ങനെ നിന്ന് ആലോചിച്ചിട്ട് എന്തെങ്കിലും ഐഡിയ കിട്ടിയോ? ഇതെന്തോന്നും പറയുന്നില്ലല്ലോ. ഐഡിയ കിട്ടി കാണില്ല. ആലോചിക്കായിരിക്കും. ശല്യപ്പെടുത്തണ്ട. ഇതുവരെ ആലോചിച്ച് തീർന്നില്ലേ? മുല്ലപ്പെരിയാർ പൊട്ടുന്നതിന്റെ സമാധാനം പറയാനല്ലല്ലോ ഹിറ്റ്ലറെ ഞാൻ നിങ്ങളോട് പറഞ്ഞത്. അവരുടെ വഴക്കൊന്ന് തീർക്കാനല്ലേ? അതിനേക്കാൾ എളുപ്പം മുല്ലപ്പെരിയാർ പുതിയ ഡാം പണിയുന്നത്. ഇങ്ങനെ ശവത്തെ കുത്തരുത്. നിങ്ങളൊന്ന് ഇടപെടി ഹിറ്റ്ലറെ പ്ലീസ്. ഈ കാര്യത്തിൽ ഒരു തരത്തിലും ഞാൻ നിന്നെ ഹെൽപ്പ് ചെയ്യില്ല. അവനവൻ കുറിക്കിയ കുരുക്ക് അവനവൻ തന്നെ അഴിച്ചാ മതി. അപ്പൊ ശരി, കാണാം. ഹിറ്റ്ലർ പ്ലീസ്. ഹിറ്റ്ലർ പ്ലീസ്. ഓ ദൈവമേ. കിട്ടി. ഹിറ്റ്ലർ, நான் ஒரு தடவை சொன்னா அது 100 தடவை சொன்ன மாதிரி. ஜஸ்ட் வெயிட் பண்ணுங்க, இது நான் பாத்துக்கிறேன். பண்ணீங்க தான் கூட்டமா வரும். சிங்கம் சிங்கிள தான் வரும். பாப்போம். മാറ്റി പറഞ്ഞിട്ടുണ്ടല്ലോ.
മനസ്സിലായോ? നമ്മൾ സോറി പറയേണ്ട ആവശ്യം എന്താ? ഒന്ന് പറഞ്ഞില്ലേ നിങ്ങളൊന്നും പറഞ്ഞില്ലേ നിങ്ങളല്ലേ എന്നെ ജോക്കറാക്കിയത്? എന്റെ മകളെ അപമാനിച്ചത്? നമുക്ക് സമാധാനമായിട്ട് സംസാരിക്കാം. മാറി നിൽക്കുക. സ്റ്റോപ്പ് ഇറ്റ്. ജീവിതം പുതു പുതു മോടിയിൽ മിന്നണം, പല നിറമാടണം. നാളെ ഇടവകയാകയും ഞെട്ടും തൊട്ടിടും കനവിലെ ഭൂമിയിൽ കണ്ണഞ്ചം സ്റ്റാർ പോൽ സ്ട്രീറ്റ്സിലെ സ്ട്രീറ്റിൽ ഞാൻ സ്റ്റൈലിലായി സിമ്പിളായി കറങ്ങിയിടവേ ഓണം കേറിടാ മൂലയിൽ ഒതുങ്ങിയിടും കീടങ്ങൾ കേൾക്കുവാൻ ഇന്ന് പുച്ഛം മാത്രമേ. എന്താ ഇവിടെ നടക്കുന്നത്? ഇത് വീടാണോ അതോ മാർക്കറ്റാണോ? എടി ജ്യോതി, Shut up. Call me. DK. തെറ്റിനോടും തെറ്റ് ചെയ്യുന്നവരോടും ഈ DK ക്ഷമിക്കില്ല. മേലിൽ ഈ വീട്ടിൽ ഇതുപോലുള്ള ഒരു ആർഗ്യുമെന്റ്സും പാടില്ല. അണ്ടർസ്റ്റാൻഡ്? മോളെ ജ്യോതി. അങ്കിൾ സ്റ്റോപ്പ്. ഇതൊക്കെ ബേക്കറിക്കാർ ചെയ്ത കാര്യങ്ങളാ. നിങ്ങൾക്ക് ഈ വീട്ടിൽ അപമാനം ഉണ്ടായെന്നുള്ള കാര്യം സത്യമാണ്. അതുകൊണ്ട് ഞാൻ നിങ്ങളോട് സോറി പറഞ്ഞു. അത് പറഞ്ഞോ ഇല്ലയോ? മോളെ പറഞ്ഞു DK. പിന്നെ എന്തിനാണ് ഇതൊരു ഇഷ്യൂ ആക്കുന്നത്? അപ്പോ ഞങ്ങളെ അപമാനിച്ചതോ? ജോക്കറിന്റെ ഡ്രസ് ഇദ്ദേഹത്തിന് കൊടുത്തതാരാ? ടെൽ മീ. നിങ്ങൾ 3 പേരിൽ ആരാ അത് ചെയ്തെന്ന് പറയൂ. അതൊക്കെ സെലിബ്രേഷന്റെ ഭാഗമല്ലേ? Shut up. You remember one thing. ഈ വീട്ടിൽ വന്ന ഗസ്റ്റിനെ അപമാനിച്ചത് അക്ഷന്തവ്യമായ തെറ്റ്. വീണ്ടും പറയുന്നു, തെറ്റിനോടും തെറ്റ് ചെയ്യുന്നവരോടും ഞാൻ ക്ഷമിക്കില്ല. ഇത് എന്റെ തീരുമാനമാണ്. അതുകൊണ്ട് തെറ്റ് ചെയ്ത നിങ്ങൾ അപമാനിക്കപ്പെട്ട ഇവരോട് സോറി പറയണം. മായ, പറഞ്ഞേ പറ്റൂ. ഞാൻ സോറി പറയണമെന്നോ? യെസ്, നീ തന്നെ. ഇല്ലെങ്കിൽ നീ DKയുടെ വാക്കിന് വില കൽപ്പിക്കുന്നില്ലെന്ന് ഞാൻ കരുതും. അണ്ടർസ്റ്റാൻഡ്? ബേട്ടി, നമ്മളിൽ മുതിർന്നവരോട് സോറി പറയുന്നതിൽ ഒരു തെറ്റുമില്ല. തെറ്റ് പറ്റിയാൽ സോറി പറയുന്നതേ പറയുന്നവരുടെ അന്തസ്സേ കൂടത്തേ ഉള്ളൂ. പക്ഷേ പറഞ്ഞില്ലെങ്കിലോ നിങ്ങൾ മര്യാദയില്ലാത്തരാന്ന് DK കരുതും. നോ മായച്ചി, ചേച്ചി സോറി പറയണ്ട. ഏയ്, ഇഡിയറ്റ്. നീ എന്തിനാ ഇടയ്ക്കേറി സംസാരിക്കുന്നേ? എവിടെ നിന്റെ ഭർത്താവ്? ആ തിരുമടനെ ഇങ്ങ് വേഗം വിളിക്ക. എന്തിനാ എന്റെ ഭർത്താവിനെ ഇതിലേക്ക് വലിച്ചഴക്കുന്നത്? രണ്ടിനെയും പിടിച്ച് പുറത്താക്കാൻ. എന്താ ഇത്? നമ്മുടെ ഭാഗം കേൾക്കാതെ വിധി പറയാണോ? ഏ ഫുൾ. നിനക്കും ഈ വീടിന് പുറത്തു പോകാൻ ആഗ്രഹമുണ്ടോ? ഇല്ലെങ്കിൽ ഇദ്ദേഹത്തോട് സോറി പറയും.
സോറി. അപ്പോ എന്നോട് ആര് ക്ഷമ പറയും? നീ ഒന്ന് വായടക്കാശാലതെ. നീയും വായി തോന്നിയൊക്കെ അവരെ വിളിച്ചു പറഞ്ഞില്ലേ? ഇപ്പൊ ആ കുട്ടി മാപ്പും പറഞ്ഞു. ഇനി നീയും ആ തുറക്കാതിരുന്നാ മാത്രം മതി. ശരി, നിങ്ങളോട് സോറി പറഞ്ഞല്ലോ, അത് മതി. ജസ്റ്റ് വെയിറ്റ്. അങ്ങനെ എല്ലാം ശുഭമായി പര്യവസാനിച്ച സ്ഥിതിക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും ഞാനൊരു സമ്മാനം കരുതിയിട്ടുണ്ട്. ഓരോരുത്തരുടെയും ടേസ്റ്റിനനുസരിച്ച് ഞാനത് നിങ്ങൾക്ക് തരാം. ഇനി ഇതുപോലൊരു സംഭവം ഈ വീടിനകത്തുണ്ടാവരുത്. അമ്മ ഹാപ്പി അല്ലേ? ഐ ആം ഡബിൾ ഹാപ്പി, ട്രിപ്പിൾ ഹാപ്പി. മൈകിൽ കണ്ട നീ എന്നെ സേവ് ചെയ്തു. അപ്പോ എല്ലാ പ്രശ്നവും സോൾവ് ആയ സ്ഥിതിക്ക് മിസ്റ്റർ സുധാകരൻ നായർ ഫാമിലിയും ഇന്നിവിടെ താമസിക്കണം. എന്താ ഓക്കെ അല്ലേ? ആ എന്നാ ഇനി ഭക്ഷണത്തിന്റെ കാര്യം പോയി നോക്ക്. ആ മായേ, യു ആർ ലീഡർ. ഗോ ടു അടുക്കള. ഇത്രയും താരെ നിന്നെ ഹെൽപ്പ് ചെയ്യും. ഇവരെ നമ്മുടെ ഗസ്റ്റുകളല്ലേ? യെസ്, ഗുഡ്, വെരി ഗുഡ്. ഞാൻ കുക്ക് ചെയ്യാനോ ഞാൻ സഹായിക്കാനോ? Stop it. First obey the order. Then cook the food. Go, go, go. ഓക്കെ ഓക്കെ മടി. എടി കള്ള തിരുമാടി, നീ പടി പറ്റിച്ചു അല്ലേ മോളെ? Oh my DK, you saved me. ഓ മയറ്റിൽ കണ്ണാ, എന്റെ കൃഷ്ണ. എന്റെ അമ്മ. ആരാ നീ? ഇത് ഞാനാ. നീയോ? അതെ, ഞാൻ തന്നെ. കൊള്ളാം, നീ ഇപ്പോഴാ ആണായത്. ഈ കോട്ടും ഒട്ടിച്ചു വെച്ച മീശയും വിഗും എല്ലാം കൂടി കണ്ട ബാറിൽ അച്ചാർ വിളമ്പാൻ നിൽക്കുന്ന ബാർ ബോയെ പോലെ ഉണ്ട്. അല്ല, ഇത് എന്റെ കോട്ടാണല്ലോ. ഇതെടുത്തിട്ട് കോമാളി വേഷം കേട്ടാൻ നിന്നോട് ആര് പറഞ്ഞു? എന്റെ പൊന്ന് ഹിറ്റ്ലറെ, ഇത് കോമാളി വേഷം അല്ല. പിന്നെ
അവതാരമാണ് അവതാരം. എന്തവതാരം? അവതാരപ്പിറവിയുടെ മുഴുവൻ രൗദ്രഭാവങ്ങളും ആവാഹിച്ച ഈ മൂർത്തിക്ക് ഇപ്പോൾ പേര് DK.